ഈ ചില പേസ്റ്റുകളുടെ ഇപ്പൊ ചില പേസ്റ്റുകളുടെ കളർ വൈറ്റ് ആയിരിക്കും, ചിലത് അത് റെഡ് ആയിരിക്കും, ചിലത് ബ്ലൂ ആയിരിക്കും. ഈ റെഡ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ കൂടുതലല്ലേ ചെയ്യുന്നത്. അത് ഏത് പേസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ കളറ് എത്രമാത്രം ദൂഷ്യം ഉണ്ടാക്കുന്നുണ്ട് പേസ്റ്റുകളിൽ? ഇല്ല, കളറിന് പ്രശ്നമല്ല. കളറ് അത് ഓരോ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു കമ്പനിക്ക് അവരൊരു മോണോപ്പൊളി ആക്കി വെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ടൂത്ത് പേസ്റ്റ്. ആ കമ്പനിക്ക് ആ ബ്രാൻഡിൽ തന്നെ, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ആ ബ്രാൻഡിൽ തന്നെ 20-ലധികം ടൂത്ത് പേസ്റ്റുകളുണ്ട്. അതായത് ആയുർവേദിക്, സോൾട്ട്, സ്ട്രോങ്, ജെൽ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞ കുറേ കാറ്റഗറീസ് ഉണ്ട്. എനിക്കറിയാം, കാറ്റഗറീസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇവരുടെ മേഖല ഇവരെ വിട്ട് പോകാൻ പാടില്ല. ഇവരുടെ മേഖലയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പ്രൊഡക്റ്റുകൾ അവർ ഇറക്കുന്നത്. ഇതിനകത്തൊക്കെ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് കളറ്. ഓക്കെ. ഈ ഒരെണ്ണം റെഡ്, ഒരെണ്ണം ബ്ലൂ, വൈറ്റ് മിക്സിംഗ് ഉണ്ടാവും, ചിലപ്പോൾ വൈറ്റ് മാത്രം മിക്സിംഗ് ഉണ്ടാവും. ഇപ്പം ചാർക്കോൾ വന്നിട്ടുണ്ട്, ചാർക്കോളിൻ്റെ ടൂത്ത് പേസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ചാർക്കോളിൻ്റെ ടൂത്ത് പേസ്റ്റ് ഇറക്കിയ കമ്പനി ആദ്യകാലത്ത് നമ്മൾ ഉമിക്കരി തേച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞത് ഉമിക്കരി പാടില്ല, നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കണം എന്നാണ്. ഇപ്പം അവർ ഉമിക്കരിക്ക് തിരിച്ചു വന്നിരിക്കുക ടൂത്ത് പേസ്റ്റിൻ്റെ രൂപത്തിൽ. അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ്, അതായത് അവരുടെ ബിസിനസിന്റെ ഒരു കൺസെപ്റ്റിൽ ഇറങ്ങുന്ന പ്രൊഡക്ട്സ് ആണിത്. ഇതിൽ ജനനന്മയ്ക്കായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനകത്ത്. ഓക്കെ. ഇനി ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ്, അത് വലിയ ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ആക്ട്രസ് പ്രൊമോട്ട് ചെയ്തിരുന്ന അംബാസഡർ ആയിട്ടുള്ള ഒരു സോപ്പാണത്. എനിക്ക് തോന്നുന്നു സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡും കൂടെ ആയിരിക്കും അത്. അത് എത്രമാത്രം ടോക്സിൻ ഫ്രീ അല്ലെങ്കിൽ അത് ടോക്സിൻ ഫ്രീ എന്നല്ല, ഇതിനകത്ത് ഓരോ TFM ഉണ്ട്. ആക്ച്വലി ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു TFM ഉണ്ട്. അപ്പോൾ ഈ TFM-നെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ്സും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ചില സോപ്പുകൾ അത് മെൻഷൻ ചെയ്യും ഇത്ര TFM-ന് മുകളിലുള്ളതാണെന്ന്. ഇത് നോർമൽ TFM-നേക്കാളും താഴെയുള്ള കാറ്റഗറിയാണ്. അത് ഓൾറെഡി ഈ കമ്പനിയുടെ ഈ സോപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സിൽ ഓൾറെഡി റിപ്പോർട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ ഈവൻ ഒരു 3 years 4 years കൂടുമ്പോൾ എല്ലാ പ്രോഡക്റ്റും ഇതുപോലെ ചെക്ക് ചെയ്യും. കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ പ്രോഡക്റ്റും, ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും സോപ്പാണെങ്കിലും എല്ലാ ടൂത്ത് പേസ്റ്റും ചെക്ക് ചെയ്തിട്ട് അവരതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. പക്ഷെ ആരും എടുത്ത് നോക്കില്ല. ഇതാരും നമുക്ക് സാധാരണക്കാരന് ഒരിക്കലും അത് എടുക്കാനും പറ്റാത്ത ഒരു സൈറ്റിലാണുള്ളത്. ഗവൺമെൻറ് സൈറ്റാണെങ്കിൽ പോലും ആരും എടുത്ത് നോക്കത്തില്ല. അപ്പോൾ അതിൽ വരുന്നത് ഈ കാറ്റഗറിയിൽ ഇത് ശരിക്കും 10-ന് 6-ന് താഴെയാണ് ഈ ടൂത്ത് പേസ്റ്റ് വരുന്നത്. അല്ല സോറി, സോപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഡ്രൈനെസ് കൂടുതലായിരിക്കും. കൂടുതലും പരസ്യത്തിൽ ഈ സോപ്പ് ഫേസിൽ ഉപയോഗിക്കില്ല, കൂടുതലും ശരീരത്തിൽ ഉപയോഗിക്കുന്നതായിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ ഫേസിൽ ഉപയോഗിക്കുന്ന സോപ്പ് സെപ്പറേറ്റ് ഉണ്ട്, അതിന് TFM കൂടുതലായിരിക്കും. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന ഇതിന് ഇപ്പോൾ ഗദ്ദാഫി സൂചിപ്പിച്ച പോലെ ഇവരുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു കപ്പിൾസാണ്, വലിയൊരു സെലിബ്രിറ്റി കപ്പിൾസാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബ്രാൻഡായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ലല്ലോ. അതിൽ നിന്നും മനസ്സിലാക്കാം നമുക്ക്. ഇവർ സാധാരണക്കാർക്ക് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, അവർ ഉപയോഗിക്കുന്നില്ലല്ലോ, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡിയോഡ്രൻ്റ് ആണ് അത്. ഒരു പരിധി വരെ എല്ലാ ആൺകുട്ടികളും ഇത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഒരു പരിധിയിൽ കൂടുതൽ. ഭയങ്കര ആഡുമാണ് ഇതിന്. ഇത് എത്രമാത്രം സേഫാ? ഇത് ആക്ച്വലി ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ട്, പക്ഷേ ആൽക്കഹോൾ ഉണ്ടാവും എന്തായാലും. ഇവരതിൽ എയർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് ട്രൈക്ലോസൻ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, പ്രോപ്ലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് കെമിക്കലാണ് ഇതിനകത്തുള്ളത്. പിന്നെ ട്രൈക്ലോസാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്, അത് ഓൾറെഡി ടോക്സിനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രൈക്ലോസാൻ എന്ന് പറയുന്നത്. ശരിക്കും അത് ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ പറയുക, അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇതിനകത്ത് ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് ട്രൈക്ലോസൻ. ഈ ട്രൈക്ലോസൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട് ശരീരത്തിൽ. ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചത്തുവും. അതൊക്കെ ആവശ്യമുള്ള ബാക്ടീരിയാസാണ്. ഈ ട്രൈക്ലോസൻ എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിലെ ഹാൻഡ് വാഷസ്, അവരുടെ മറ്റേ ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. കാരണം അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും. ആ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രൈക്ലോസാൻ. ആ ട്രൈക്ലോസാനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇതിനകത്ത്. ട്രൈക്ലോസൻ ശരിക്കും സ്കിൻ അലർജിക്കൊക്കെ കാരണമാകുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്തെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്പർ 1 പൊസിഷനിൽ ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഇവിടെ മറ്റേ സിനിമയിൽ ചോദിക്കുന്ന അപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ? നമ്മുടെ രാജ്യത്ത് ആക്ച്വലി 3rd കാറ്റഗറി സിറ്റിസൺ പോലെയാണ് നമ്മളിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം പോപ്പുലേഷനാണ് ഇന്ത്യയിലെ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്ത് പ്രൊഡക്റ്റും വിറ്റുപോകും, ഏത് രീതിക്കും നമുക്കിവിടെ ചെയ്യാം.
ഇവിടെ എന്ത് പ്രൊഡക്റ്റും നമുക്ക് വിറ്റുപോകാനുള്ള സോഴ്സ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ പരാജയം നിയമമാണ്. നിയമം കർശനമായിട്ട് പാലിച്ചാൽ മാത്രമേ കമ്പനികളും കർശനമായിട്ട് ഇവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ വിറ്റ് പോവുള്ളൂ.